സഹാബാക്കൾ നബിതങ്ങളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സഹാബാക്കൾ ഏറ്റെടുത്ത അതേ വാക്കുകൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. നബിതങ്ങൾ എന്തെല്ലാം അവരുടെ ജീവിതത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അത് മുഴുവനും യാഥാർത്ഥ്യമാണെന്ന് സഹാബാക്കൾ നേരിൽ കണ്ടു മനസ്സിലാക്കി. ഇന്ന് നടക്കുന്ന ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് സഹാബാക്കൾ ഓരോന്നുമായി നബിതങ്ങളുടെ കാലശേഷം എടുത്ത് പറയുകയുണ്ടായി. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ സന്തത സഹചാരിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അദ്ദേഹം പറയുകയാണ്, ഇന്നസ്സാഅത ലാ തഖൂമു ഹത്താ ലാ യുഖ്സമ മീറാത്ത് വലാ യുഫറഹ ബിഗനീമതിഹി. ഒരു കാലം വരും സഹാബത്തെ, അന്ന് സമ്പത്ത് കുന്നുകൂടുന്ന കാലഘട്ടമായിരിക്കും. അന്ന് യുദ്ധമുതലുകളെല്ലാം നമ്മുടെ മുന്നിൽ കൂനമായി കിടക്കുമ്പോൾ, കൂട്ടം കൂടി കിടക്കുമ്പോൾ മല പോലെ കിടന്നാലും അതാർക്കും അന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടാത്ത ഒരു കാലമുണ്ടാകും. അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കില്ല കേട്ടോ. ശേഷം അദ്ദേഹം ഷാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത്. ഷാം എന്ന് പറയുന്ന ഇന്നത്തെ ഫലസ്തീനിന്റെ ഭാഗത്തേക്ക്, ഗസയുടെ ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, യുജ്മഉ ലഅദുൻ യജ്മഉ ലഹുമുൽ ഇസ്ലാം. അവിടുന്ന് ഒരു വിഭാഗം ഇസ്ലാമിനെ തകർക്കാനുള്ള ഒരു സംഘം ഉയർത്തെഴുന്നേൽക്കാൻ കേട്ടോ. ഇസ്ലാമിനെ തകർക്കാൻ ഒരു വിഭാഗം അവിടുന്ന് ഉണ്ടാവുന്നു. ഷാം ഇന്ന് നടക്കുന്ന ആ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, വയജ്മഉ ലഹും അഹ്ലുൽ ഇസ്ലാം. അവർക്കെതിരെ ഇസ്ലാമിന്റെ ചുണക്കുട്ടികളും അണിനിരക്കുന്ന ഒരു കാലം വരും കേട്ടോ. ഉടനെ അടുത്തിരുന്ന സഹാബാക്കൾ ചോദിക്കുകയായി, എവിടെ നിന്നാണ് ആ ഷാമിന്റെ ഭാഗത്തേക്ക് ഇസ്ലാമിനെ തകർക്കാൻ വരുന്നത്? തഅനി, നിങ്ങൾ ഉദ്ദേശിച്ചത് റോമക്കാരെ കുറിച്ചാണോ? അതായത് ഇന്നത്തെ കാലത്തില് ബ്രിട്ടീഷുകാര്, അമേരിക്കക്കാരെ കുറിച്ചാണോ? ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, അതെ, നഅം. ഇസ്ലാമിനെ കൊല്ലാൻ ബ്രിട്ടീഷും അമേരിക്കയും കൂട്ടു നിൽക്കുന്നു. ഇന്നല്ല ഇത് പറഞ്ഞത്, ഇത് പറഞ്ഞിട്ട് വർഷങ്ങളായി. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, വതകൂനുൽ ഖിതാലു റദ്മതൻ ശദീദാ. കൊടുമ്പിരി